ഫേസിന് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് തരുന്ന ഒരു ഫേസ് പാക്ക് മാത്രമല്ല ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു മുഖക്കുരു, നമ്മുടെ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട്, ആക്നെ ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട്, ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട്, പിന്നെ സ്ട്രെച്ച് മാർക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്, ഒരുപാട് നമ്മൾ വെയിൽ കൊള്ളുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ എന്താകും കരിവാളിപ്പ് വരും, അല്ലെങ്കിൽ എന്താ പറയുക ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സൺ ടാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് തരാൻ വേണ്ടിയിട്ട്, സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഈ ഒരു പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യണം, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അധികമായിട്ടുള്ള കാര്യങ്ങൾ, എന്താ പറയുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. നമ്മൾ പഴയ കാലം മുതലേ ഈ ഒരു എന്ത് സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ സൗന്ദര്യപരമായിട്ടുള്ള പല സ്കിൻ ഇഷ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇപ്പം പണ്ടുള്ളവർക്ക് അറിയായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ കുറച്ച് എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ അല്ല. കാരണം ഞാൻ തന്നെ ഇത്രയും കാലം വീട്ടിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു മഞ്ഞക്കൂവ എന്ന് പറഞ്ഞുള്ള സംഭവമാണ്. ശരിക്കും അതല്ല കസ്തൂരി മഞ്ഞൾ. കാരണം നമ്മൾ വിചാരിക്കില്ല മഞ്ഞൾ മഞ്ഞ കളറാണ്, അപ്പോൾ കസ്തൂരി മഞ്ഞളും മഞ്ഞ കളറാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ കസ്തൂരി മഞ്ഞളൊക്കെ കടകളിൽ നിന്ന് മേടിക്കാറില്ല. നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളറുള്ള ഒരു പൊടിയാണ്. നമ്മൾ മഞ്ഞൾ തന്നെ വേറെ രൂപം, പക്ഷേ അതെന്ന് പറയുന്നത് മഞ്ഞക്കൂവയാണ്. ശരിക്കുള്ള കസ്തൂരി മഞ്ഞളുടെ കളർ വന്നിട്ട് ഈ കാണുന്ന ഒരു എന്താ പറയുക, നമ്മുടെ മല്ലിപ്പൊടിൻ്റെ ഒക്കെ ഒരു കളർ വരില്ല, അല്ലെങ്കിൽ ലിക്വറൈസ് പൗഡർ ഉണ്ടാവില്ല, ഇരട്ടിമധുരം, അതിൻ്റെയൊക്കെ ഒരു കളറാണ് ശരിക്കും ഉള്ള ഈ ഒരു കസ്തൂരി മഞ്ഞളുടെ കളർ എന്ന് പറയുന്നത്. അതാണ് ശരിക്കുള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കേട്ടോ. അപ്പം നമ്മൾ പലപ്പോഴും കടകളിൽ നിന്നൊക്കെ മേടിച്ച് പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള കസ്തൂരി മഞ്ഞൾ. അത് നമ്മൾ 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് മോൺബെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കസ്തൂരി മഞ്ഞളാണ്. 100% പ്യുവർ ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ ഒരു 2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ കയ്യിലൊക്കെ യൂസ് ചെയ്യാണ്, ടാനൊക്കെ റിമൂവ് ആണെങ്കിൽ കുറച്ചും കൂടെ അധികം എടുക്കണം. ഞാൻ ഫേസിൽ മാത്രം യൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കസ്തൂരി മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക മിൽക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കേർഡ് യൂസ് ചെയ്യാം, ഹണി യൂസ് ചെയ്യാം, റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമുക്ക് നോർമൽ സാധാ വെള്ളത്തിലാണെങ്കിലും ഇത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ പാലിലും, ഇനിയിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കേർഡിലായിട്ട് അങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ പാലാണിത് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര വേണമെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഹണിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഹണിയും അതുപോലെ തന്നെ പാലുമാണ് നമ്മളിതിൽ ഇങ്ങനെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്തോട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഹണി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി ഒരു പാക്ക് പോലെ അത്യാവശ്യം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമ്മൾ അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആക്കുക, അതായത് വേറെ മേക്കപ്പ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക, ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും പാടില്ല. അതിനുശേഷം ക്ലീൻ ആക്കിയിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് കൈക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഫുൾ അപ്ലൈ ചെയ്യുന്നതിന് കൂടി കുഴപ്പമില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പുകച്ചിലുണ്ടാകും. പുകച്ചിൽ വെച്ചാൽ നമുക്ക് ഭയങ്കര നീറി പുകയിലെന്നല്ല, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫീച്ചറാണത്. അങ്ങനെ എന്താ പറയുക യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്കിന്നിലൊരു പുകച്ചിൽ പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ ആര്യവേപ്പിൻ്റെ എല്ലാണെങ്കിലൊക്കെ അങ്ങനെയാണ്. അപ്പം അതിൻ്റെ അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. അത് എന്താ പറയുക ഏകദേശം കഴുകുന്ന സമയത്ത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുൾ ഫേസിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഞാനൊരു 1/4 ഭാഗം ഉണങ്ങാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ മസാജ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യമില്ല എന്നല്ല, നമുക്ക് കുറച്ചും കൂടെ ഭയങ്കര ഒരു റിസൾട്ട് തോന്നണമെങ്കിൽ നമ്മൾ നന്നായിട്ടൊരു മസാജും കൂടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങളിത് ഒറ്റ തവണ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അതാണ് നമ്മൾ ഒറിജിനൽ സാധനം യൂസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് അതാണ്. പലപ്പോഴും നമ്മൾ പല പൗഡറും മേടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയില്ല പ്യുവറാന്ന് പറഞ്ഞിട്ട് കിട്ടുകയാണെങ്കിലും അതിൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ നല്ലതെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇത് 100% പ്യുവർ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ അത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കത് ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ
പറഞ്ഞില്ലേ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ടൊരു 3/4 ഭാഗം നമ്മൾ ഡ്രൈ ആവുന്ന സമയത്ത് നല്ലൊരു മസാജ് ഇങ്ങനെ കൊടുക്കുക. സർക്കുലർ മോഷനിൽ നമ്മളൊരു 2-3 മിനിറ്റെങ്കിലും 3 മിനിറ്റെങ്കിലും നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ ഒരു മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഫേസ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ റിസൾട്ട് കണ്ടില്ലേ, നമുക്ക് ഭയങ്കര ഫേസിൽ ആ ഒരു പോർസൊക്കെ ക്ലീൻ ആയിട്ട്, പോർസ് ഉണ്ടാകുന്ന ഓയിലും ഡേർട്ടൊക്കെ ക്ലീൻ ആയിട്ട് ഒരു ഭയങ്കര ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ്, നല്ലൊരു വെളിച്ചമൊക്കെ നമ്മുടെ ഫേസിന് വരുന്നതായിരിക്കും. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഒന്നിടവിട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആഴ്ചയിൽ 2-3 തവണയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ആവും. പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കുറച്ച് പേരൊക്കെ എന്നോട് 2-3 പേരൊക്കെ ആയിട്ട് മുൻപ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂക്കിൻ്റെ ഭാഗത്തൊക്കെയുള്ള ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ ഡാർക്ക് കളർ മാറാനായിട്ട്, ഒരു കറുത്ത വലയം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നിൽക്കുന്നത് ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക റിസൾട്ടിൻ്റെ കാരണം ഈ ഒരു ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞളുടെ പൗഡറാണ്. കാരണം ഇത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത് 2 ഏട്ടന്മാർ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ പൊടിയാക്കി കിട്ടുന്നത്, അതുപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അയച്ചു തരും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിലാണെങ്കിൽ ഇത് ആമസോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോൺബെയറിൻ്റെ സൈറ്റിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു ആമസോണിൻ്റെ ലിങ്ക്, അവരുടെ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് മേടിക്കണം എന്നാണെങ്കിൽ ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ അവർ കോൺടാക്ട് ചെയ്താണെങ്കിൽ നമുക്ക് കൊറിയറായിട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും വരുന്നുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് വലിയ ആൾക്കാർക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക, കുട്ടികൾക്കാണെങ്കിലും ന്യൂ ബോൺ ബേബീസിനാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇതിൽ എന്താ പറയുക കെമിക്കൽസ് ഒന്നും ഒരു കാര്യം വരില്ല. പ്യുവർ ആയിട്ടുള്ള ആ ഒരു മഞ്ഞളെല്ലാം പൊടിച്ചെടുത്തിട്ട് വരുന്നതാണ് ഈ ഒരു മോൺബെയറിൻ്റെ ടേമറിക് പൗഡർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇവിടെ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ, പൊട്ടിച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ മാറ്റിയിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. അത് നമ്മൾ കംഫർട്ടാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനത്തെ ഒരു മല്ലിപ്പൊടിൻ്റെ ആ ഒരു കളറിലാണ് ഇത് വരുന്നത്. ഇത് 100 ഗ്രാം പ്രൊഡക്റ്റ് ആണ് കേട്ടോ വരുന്നത്. നോ പ്രിസർവേറ്റീവ് ആൻഡ് കളർ ആഡഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും മേടിക്കുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഒറിജിനൽ അല്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാത്തത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഞാനൊക്കെ പണ്ട് പറിച്ചെടുത്ത് ഉപയോഗിച്ചത് ഒരു മഞ്ഞ കളറുള്ള കസ്തൂരി മഞ്ഞളാണ്. പക്ഷെ അതല്ല കസ്തൂരി മഞ്ഞൾ, ശരിക്കുള്ളത് അത് മഞ്ഞക്കൂവയും പിന്നെ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ആ ഒരു ഇഞ്ചിൻ്റെ ഒക്കെ പോലെ എടുക്കില്ല, ഇഞ്ചിൻ്റെ പൊടി, അങ്ങനത്തെ ആ ഒരു ഇതിലാണ് ശരിക്കും ഈ ഒരു കസ്തൂരി മഞ്ഞൾ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് മനസ്സിൽ വെക്കുക, നമ്മളിതിന് പറ്റിക്കപ്പെടാൻ വേണ്ടി പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള നല്ല കസ്തൂരി മഞ്ഞൾ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി ഈ ഒരു കസ്തൂരി മഞ്ഞൾ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു മോൺബെയറിൻ്റെ തന്നെ അവരുടെ കുറേ ഫാം വീഡിയോസൊക്കെ ഇടും. നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ആ കൃഷി ചെയ്യുന്ന എന്താ പറയുക സ്ഥലത്തിനെ പറ്റിയും അവർ സംസാരിക്കുന്ന ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, സ്കിന്നിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അതുപോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു കസ്തൂരി മഞ്ഞളാണ് ഈ ഒരു മോൺബെയറിൻ്റെ കസ്തൂരി മഞ്ഞൾ കേട്ടോ. സോ എനിക്ക് ആ റിസൾട്ട് നന്നായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു, എനിക്കതാണ് ഏറ്റവും തോന്നുന്നത്, ഉപയോഗിക്കുമ്പോഴേ നല്ലൊരു മാറ്റം ഫേസിന് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം എന്താ പറയുക, മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളൂ. നമുക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോസിലൊക്കെ കുറേ പ്രൊഡക്റ്റുകളൊക്കെ കാണിച്ചു പോവുകയാണെങ്കിലും ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസേ പറയാറുള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ അത് എടുത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു മോൺബെയറിൻ്റെ ഈ ഒരു എന്താ പറയുക കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മേടിച്ചോളൂ കേട്ടോ, നല്ല തന്നെയാണ് സംഭവം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും ഇനി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.